രാമക്ഷേത്രത്തിന്റെ പേരിൽ ബി.ജെ.പി. നേതാക്കൾ നടത്തിയ വമ്പൻ കച്ചവടങ്ങൾ. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് സർവേ. ബാബരി മസ്ജിദ് നിലനിന്നെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള 2019 നവംബറിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അയോധ്യയിലും സമീപ പ്രദേശങ്ങളിലും ബി.ജെ.പി. നേതാക്കളുടെ മക്കൾ അടക്കമുള്ള ഉന്നതർ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിക്കൂട്ടിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ മക്കൾ മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ മുതൽ കോർപ്പറേറ്റ് കുത്തകകൾ വരെയുള്ളവർ അയോധ്യയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. അയോധ്യയ്ക്ക് 15 കിലോമീറ്റർ ചുറ്റളവിൽ 2500 ഭൂമി കൈമാറ്റ രജിസ്ട്രേഷനുകൾ നടന്നിട്ടുണ്ട്. ശേഷം ഇവരിൽ പലരും ഭൂമി വൻവിലയ്ക്ക് മറിച്ചുവിറ്റ് ലാഭവും നേടി. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം നിലനിന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു. ഇന്ത്യ മുന്നണിയാണ് ഇവിടെ വിജയിച്ചു കയറിയത്. ഇതിന് പിന്നാലെ ദ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ അന്വേഷണത്തിലാണ് ബി.ജെ.പിയുമായി ബന്ധമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെയും മറിച്ചുവിറ്റതിന്റെയും വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. അരുണാചൽ പ്രദേശ് ഉപമുഖ്യമന്ത്രി ചൗന മേന്റെ മക്കളായ ചൗ കാൻ സെങ്മേൻ, ആദിത്യ മേൻ എന്നിവർ രാമക്ഷേത്രത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ സരയൂ നദിക്കരയിൽ 2022 സെപ്റ്റംബറിനും 2023 സെപ്റ്റംബറിനും ഇടയിൽ 3.99 ഹെക്ടർ ഭൂമി വാങ്ങിയതായി രേഖകൾ വ്യക്തമാക്കുന്നത്. 3.72 കോടി രൂപയ്ക്കാണ് ഇവർ സ്ഥലം കൈവശപ്പെടുത്തിയത്. ഇതിൽ 0.768 ഹെക്ടർ ഭൂമി 98 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെ 1.4 ഹെക്ടർ കൃഷിഭൂമി വാങ്ങിയിരുന്നു. മഹാരാഷ്ട്ര മന്ത്രി മംഗൾ പ്രഭാവ് ലോധയുടെ മകന്റെ പേരിലുള്ള HOAB കമ്പനി 2023 ജൂണിനും 2024 മാർച്ചിനും ഇടയിൽ 17.73 ഹെക്ടർ കൃഷിഭൂമിയും 12,693 സ്ക്വയർ മീറ്റർ പാർപ്പിട ഭൂമിയും വാങ്ങിയിരുന്നു. ആകെ 105.39 കോടി രൂപയുടെ ഭൂമി ഇടപാടാണ് ഇവർ മാത്രം നടത്തിയത്. MLA-മാരും MP-മാരും മാത്രമല്ല, ബി.ജെ.പിയുടെ പഞ്ചായത്ത് നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരുടെ പട്ടികയിലുണ്ട്. ഉത്തർപ്രദേശ് ബി.ജെ.പി. MLA അജയ് സിംഗിന്റെ സഹോദരൻ കൃഷ്ണകുമാർ സിംഗ്, ഗോസൈഗഞ്ച് നഗർ പഞ്ചായത്ത് ബി.ജെ.പി. നേതാവ് വിജയലക്ഷ്മി ജയ്സ്വാൾ, അമേഠി ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാജേഷ് അഗ്രഹാരി അടക്കം 100 കണക്കിന് രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഭൂമി വാങ്ങിയും വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്.